റാപ്പർ വേടൻ ഇന്ന് സർക്കാർ വേദിയിൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ഷോ. വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേടന്റെ റാപ്പ് ഷോ. സാഗർ തൊടുപുഴ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാഗർ, ഏറെ വിവാദങ്ങൾക്കൊക്കെയും കേസുകൾക്കൊക്കെയും ഒക്കെ ഇടയിൽ നിന്നാണ് റാപ്പർ വേടൻ വേദിയിലേക്ക് എത്തുന്നത്. ആദ്യം ഈ വേദിയിൽ നിന്ന് വേടനെ ഒഴിവാക്കിയിരുന്നു. വീണ്ടും സർക്കാരിന്റെ പിന്തുണയോടുകൂടി റാപ്പർ വേടൻ വേദിയിലേക്ക് എത്തുകയാണ്, സർക്കാർ വേദിയിലേക്ക് എത്തുകയാണ്. മറ്റു വിവരങ്ങൾ ആര്യ, സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന പരിപാടിയിലാണ് റാപ്പർ വേടൻ ഇന്ന് പാടുക. ഈ വേടന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPM CPI സംസ്ഥാന സെക്രട്ടറിമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വേടന്റെ പരിപാടിക്കായി സർക്കാർ വേദി നൽകുവാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 29, അതായത് കഴിഞ്ഞ മാസം 29 ഇടുക്കിയിൽ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ഈ വേടന്റെ ഷോ നടത്താനായിരുന്നു സംഘാടക സമിതി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായ വേടനെ ഈ പരിപാടിയിൽ നിന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒഴിവാക്കിയിരുന്നു. അതേസമയം ഈ വേടന് ഈ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും പുലിപ്പല്ല് കൈവശം വെച്ചു എന്നാരോപിച്ച് വേടനെ വനം വകുപ്പിന് കൈമാറി. ആ കേസുകൾ നമുക്ക് അറിയാവുന്നതാണ്. ആ കേസിൽ പിന്നീട് വേടന് ജാമ്യം ലഭിച്ചു. അതിനുശേഷമാണ് സർക്കാർ നേരത്തെ റദ്ദാക്കിയ പരിപാടി ഇന്ന് നടത്തുവാൻ തീരുമാനിച്ചത്. ഈ പരിപാടിയിലേക്കാണ് വേടനെ ക്ഷണിച്ചിരിക്കുന്നത്. ചെറുതോണി വാഴത്തോപ്പ് സർക്കാർ സ്കൂളിൽ നടക്കുന്ന വിപണന മേളയുടെ സമാപനത്തോടനുബന്ധിച്ചാവും വേടന്റെ ഷോ ഇന്ന് നടക്കുക. വൈകിട്ട് 7 മണിക്കാണ് പരിപാടി നടക്കുക എന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായുള്ള പോലീസിന്റെ സുരക്ഷയും പരിപാടിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, വേടൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുക. ഇതിനു മുമ്പ് പരിപാടി നടത്തിയിടത്തെല്ലാം തന്നെ പോലീസ് എത്തി പരിപാടി നിർത്തിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്കും പോലീസിന്റെ വൻ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ വേടനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ രംഗത്തെത്തി. അതായത് വേടൻ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരനാണ്. വേട്ടയാടുവാനുള്ള ഒരു ശ്രമവും കേരള സമൂഹം അംഗീകരിക്കില്ല എന്നുൾപ്പെടെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ നടക്കുന്ന സർക്കാർ പരിപാടിയിൽ തന്നെ വേടന് വേദിയൊരുക്കിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും PA സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ചുരുങ്ങിയ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വേദിയിലേക്ക് എത്തുകയാണ് വേടൻ. ആരാധകർ എല്ലാം കാത്തിരിക്കുന്ന ഒരു ഷോ കൂടിയാണ്, അതും സർക്കാർ വേദിയിൽ കൂടിയാണ് വീണ്ടും വേടൻ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വൈകുന്നേരമാണ് ഇന്ന് ഇടുക്കിയിൽ ഷോ നടക്കാൻ പോകുന്നത്.